നമസ്കാരം. കേരളത്തിന് പുതിയൊരു മുഖ്യമന്ത്രിയെ കിട്ടിയ ആഴ്ചയാണ് കടന്നുപോയത്. പൂക്കി മുഖ്യമന്ത്രി എന്ന് ചില ആളുകളൊക്കെ വിളിച്ചു. തമിഴ്നാട്ടിലേക്ക് പോവുകയാണെങ്കിൽ വിജയ് മുഖ്യമന്ത്രിയായതിനു ശേഷം വലിയ വമ്പൻ പരിപാടികളൊക്കെയാണ് നടത്തുന്നത്. കേരളത്തിൽ പല രീതിയിലുള്ള പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടുള്ള ഒരു സർക്കാർ മുന്നോട്ട് പോകും എന്ന പ്രതീക്ഷയാണ് ആളുകൾക്കുള്ളത്. പശ്ചിമേഷ്യയിൽ സമാധാനം ഇങ്ങെത്തി എന്ന് വിചാരിക്കുന്തോറും കൈ അകലത്തിൽ നിന്ന് വിട്ടുപോകുന്ന കാഴ്ചയും കാണുന്നു. എങ്കിലും ഈ ലോകത്ത് സംഭവിച്ച വാർത്തകളിൽ നമ്മുടെ മനസ്സ് തട്ടിയ വാർത്തകൾ എന്തെല്ലാമാണ്? അതിലേക്കാണ് ഈ പരിപാടി വിരൽ ചൂണ്ടുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ചങ്കിൽ തട്ടിയ വാർത്തയിലേക്ക് സ്വാഗതം. ജോയ്സ്, എന്തായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ ജോയ്സിന് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്ത ആ വാർത്ത? റോജി, കൊറോണ വന്നത് നമുക്കറിയാം. അറിയാം. കൊറോണ വന്നതുപോലെ തന്നെ ലോകം ഇപ്പോൾ ഭയപ്പെടുന്ന ഒരു വിഷയമുണ്ട്. ഇപ്പോഴല്ല കേട്ടോ, കുറെ കാലമായിട്ട് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അത് ഒരു ഇടയ്ക്ക് അതൊന്ന് ശമിച്ചായിരുന്നു. ഇപ്പോൾ വീണ്ടും ലോകത്തെ വലിയൊരു ഭയത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് എബോള എന്ന് പറയുന്ന രോഗം. ഈ എബോള ശരിക്കും നോക്കുകയാണെങ്കിൽ ഒരു 90% മരണനിരക്ക് ഉള്ള ഒരു രോഗം തന്നെയാണ്. അതിന് വാക്സിനുകളുണ്ട്, പക്ഷെ അത് ഫലപ്രദമായിട്ട് ഇപ്പോഴും ഉപയോഗിക്കാൻ ചില രാജ്യങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ആഫ്രിക്കയിലാണ് തുടങ്ങുന്നത്. ആഫ്രിക്കയിൽ ഈ എബോള എന്ന് പറയുന്ന പേര് തന്നെ ആഫ്രിക്കയിലെ കോങ്കോയിലുള്ള ഒരു നദിയുടെ പേരാണ്. അപ്പോൾ അതിൻ്റെ സമീപപ്രദേശത്തായിട്ട് തുടങ്ങിയ ഒരു രോഗമാണ്. അത് ഈ വന്യമൃഗങ്ങളിൽ നിന്നുമാണ് തുടങ്ങുന്നത്. പക്ഷെ അതിപ്പോൾ കണ്ടമാനം ലോകരാജ്യങ്ങളിലേക്ക് ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും അതുമായി ബന്ധപ്പെട്ടുള്ള കർശനമായിട്ടുള്ള നിരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഏർപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ശരിക്കും അത് വലിയൊരു ഭയപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ്. അതിൽ 15,000-ഓളം ജനങ്ങൾ ഇതുവരെ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് പല വർഷങ്ങളിലായിട്ടും മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും അതായത് മനുഷ്യൻ എത്ര വളർന്നു, ലോകം എത്ര വികസിച്ചു എന്ന് പറഞ്ഞാലും ശരി, മനുഷ്യനും മനുഷ്യന്റെ കഴിവിനും അതീതമായിട്ട് ചിലതുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇതുപോലുള്ള പകർച്ചവ്യാധികൾ. കൊറോണ വന്നപ്പോഴാണെങ്കിലും ശരി, ഇപ്പോഴും കൊറോണ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കൊറോണ ഭൂമിയിലുണ്ട്, പക്ഷെ മനുഷ്യൻ അതിനോടൊപ്പം ജീവിക്കാൻ പഠിച്ചു എന്നാണ് പറയേണ്ടത്. അതുപോലെ തന്നെ എബോള ആയാലും ശരി, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്ന എബോള ആയാലും ശരി, ഇതിനുള്ള വാക്സിൻ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും ശരി, അതിനപ്പുറത്തേക്ക് അതായത് പറയുകയാണെങ്കിൽ മനുഷ്യൻ ഒന്നിനും അതീതനല്ല. മനുഷ്യന്റെ ശക്തിക്കും മനുഷ്യന്റെ കഴിവിനും അപ്പുറം ചിലതുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു ഇൻസിഡന്റ്. തീർച്ചയായിട്ടും ഈ എബോള എന്ന് പറയുന്നത് 4 വകഭേദങ്ങളാണ്. അതിൽ ഒരു വകഭേദത്തിന്, അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഇതുവരെ വാക്സിൻ കണ്ടുപിടിച്ചിട്ടില്ല. അതായത് അപ്പോൾ ആ വകഭേദം പിടിക്കപ്പെടുക കഴിഞ്ഞാൽ മരണം എന്ന് പറയുന്നത് 50% വരെ ഷുവറാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എബോള കേരളത്തിലേക്കും വരുമോ എന്നുള്ള വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. 2014 ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് ഒരു എബോള രോഗം വന്നതായിട്ട് സ്ഥിരീകരിച്ചു. അതിനുശേഷം വന്നിട്ടില്ല. അപ്പോൾ വരാതിരിക്കട്ടെ എന്നുള്ള പ്രത്യേക ഒരു പ്രാർത്ഥന തന്നെയുള്ള. കാരണം ചെറിയ ഒരു പനിയിൽ നിന്നാണ് തുടങ്ങുന്നത്. ചെറിയൊരു ചുമ ഒക്കെയാണ് ഉണ്ടാവുക, ശരീരവേദന ഉണ്ടാവുക, പിന്നെ അതേപോലെ ചുവന്ന പാടുകളൊക്കെ ശരീരത്തിലുണ്ടാകും. പെട്ടെന്ന് ഇത് സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ മറ്റൊരു മഹാമാരിയെ കൂടി നേരിടാനുള്ളൊരു ശക്തി നമ്മുടെ കൊച്ചു കേരളത്തിനുണ്ടോ എന്നുള്ള സംശയമാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മൃതദേഹത്തെ തൊട്ടാൽ പോലും ഈ രോഗം പടരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മെഡിക്കൽ ഫീൽഡിലുള്ള ആൾക്കാർ, അതായത് ഡോക്ടർമാർ, നഴ്സുമാർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അത് എത്രത്തോളം ഭീതിയോടെ, അവർക്ക് അവരുടെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു മനുഷ്യജീവൻ രക്ഷിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്താതിരിക്കാൻ പറ്റത്തില്ല. മനുഷ്യൻ ശരിക്കും നിസ്സഹായനായി പോവുകയാണ് ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾക്ക് മുന്നിൽ. അത് ശരിക്കും പറയുകയാണെങ്കിൽ മനുഷ്യൻ നിസ്സഹായരാണ് എന്ന് മാത്രമല്ലെന്നേ, അവർക്ക് നോക്കി നിൽക്കാൻ മാത്രം കഴിയുന്ന ഒന്നിലേക്ക് വരികയാണ്. അപ്പോൾ ഈ ജീവികളിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുന്ന രോഗം എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മൃഗങ്ങളെ വേട്ടയാടി ജീവിക്കുന്ന ആളുകളാണ് കൂടുതലും ആഫ്രിക്കയിലുള്ള ആളുകൾ. അപ്പോൾ ഇവർ മൃഗങ്ങളെ വേട്ടയാടി പച്ചമാംസം കഴിക്കും. ഈ പച്ചമാംസം കഴിക്കുന്നതിലൂടെയാണ് പലപ്പോഴും ഈ രോഗം മനുഷ്യനിലേക്ക് പടരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു സ്പ്രെഡിങ് ഉണ്ടാകും. അപ്പം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം 3 ലെയർ മാസ്ക് ഉപയോഗിക്കുക, കൈ നന്നായിട്ട് കഴുകുക എന്നുള്ളതൊക്കെ തന്നെയാണ് ഇതിന്റെ പ്രതിരോധം എന്ന് പറയുന്നത്. 1976 ഈ രോഗം കോങ്കോയിൽ തുടങ്ങുന്നത്. 1976 എന്ന് പറയുമ്പോൾ എത്ര വർഷമായെന്ന് ചിന്തിക്കണം. ഇത്രയും വർഷമായിട്ടും ഭൂമിയിൽ ഈ രോഗം ഇപ്പോഴും ഉണ്ട് എന്ന് പറയുന്നത്, അതിനെ മനുഷ്യന് കൺട്രോളിലാക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നതും അതും ശരിക്കും ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇതുപോലെ പല രോഗങ്ങളും നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അത് അത്രയും മാരകമല്ല എങ്കിൽ പോലും അതായത് നമ്മൾ അഹങ്കരിക്കുമ്പോൾ, മനുഷ്യൻ എനിക്കെല്ലാം നേടി, ഞാൻ വികസിച്ചു, അല്ലെങ്കിൽ എൻ്റെ ലോകം വികസിച്ചു എന്ന് പറയുമ്പോൾ അഹങ്കരിക്കുമ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ ഒന്നുമല്ല, ഒരു നിസാരം ഒരു കീടാണുവിന് എന്നെ തീർക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ രോഗങ്ങളുടെയൊക്കെ പേര് കേൾക്കുമ്പോഴാണ്, അതായത് നമുക്ക് പറയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പേരുകളാണ് ഓരോ രോഗത്തിനും വരുന്നത്. ഓരോ വർഷങ്ങളിലും പുതിയ പുതിയ അസുഖങ്ങളും കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ജോയ്സ് പറഞ്ഞ പോലെ തന്നെ വളരെ നിസ്സാരമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്.
എബോള എന്ന് പറയുന്ന രോഗം ഇന്ത്യയിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളതല്ല പ്രധാനപ്പെട്ട പ്രശ്നം. ഇതുപോലുള്ള രോഗങ്ങൾക്ക് മുമ്പിൽ മനുഷ്യൻ നിസ്സഹാരായി പോവുകയാണ്. നമുക്കും അതീതമായി ഒരു ശക്തി ഉണ്ട് എന്നുള്ളതിന് തെളിവ് തന്നെയാണ് ഇത്. അഞ്ജലി, എന്താണ് കഴിഞ്ഞ ആഴ്ചയിൽ അഞ്ജലിയെ സ്പർശിച്ച വാർത്ത? നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയതുപോലെ തന്നെ മനുഷ്യൻ നിസ്സഹായനായ ഒരു അവസ്ഥയിൽ നിന്നും ആശ്വാസകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു വിധി കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പ്രഖ്യാപിച്ചിരുന്നു. അത് തെരുവുനായ ശല്യവുമായി ബന്ധപ്പെട്ടിട്ട് ആയിരുന്നു. അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന അക്രമകാരികളായിട്ടുള്ള തെരുവ് നായ്ക്കളെ കൊല്ലാമെന്നൊരു വിധി സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു. വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു വിധി തന്നെയായിരുന്നു. കാരണം നമ്മൾ തന്നെ പലപ്പോഴായിട്ട് ചർച്ച ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ തെരുവുനായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആൾക്കാരെ പറ്റിയിട്ടും ആക്രമണത്തിൽ വിഷമിക്കുന്ന ആൾക്കാരെ പറ്റിയിട്ടൊക്കെ നമ്മൾ തന്നെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിലിപ്പോ എടുത്തു പറയാൻ പറ്റുന്നത് നമ്മുടെ എല്ലാവരുടെ മനസ്സിലും ഇപ്പോഴും നിൽക്കുന്ന ഒരു സംഭവമായിരിക്കും എരുമപ്പെട്ടിയിലെ കാർത്തിയായനി അമ്മേനെ പറ്റിയിട്ട്. അതായത് വീട്ടില് ഉറങ്ങിക്കിടക്കുന്നുണ്ടായിരുന്ന വയോധികയാണ് കാർത്തിയായനി അമ്മ. ആ അമ്മേനെയാണ് തെരുവുനായ വീട്ടിൽ കയറി ആക്രമിച്ചു കൊന്നു എന്ന് പറയുന്നത്. കാർത്തിയായനി അമ്മയുടെ മകനെയും തെരുവുനായ ആക്രമിച്ചിരുന്നു. പിന്നീട് മൂത്ത മകൻ വന്ന് നോക്കുമ്പോഴാണ് മരിച്ചു കിടക്കുന്നത് കാണുന്നത്. എത്രയോ നിസ്സഹായമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും അങ്ങനെയെന്ന് പറയുന്നത്. ഈ ഒരു സംഭവത്തില് ഈ കഴിഞ്ഞ 10 വർഷത്തെ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ 120 മരണങ്ങളാണ് തെരുവുനായ ആക്രമണത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ഈ കണക്കുകളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി ഇങ്ങനെ ഒരു വിധി പറഞ്ഞിട്ടുള്ളത്. ആശ്വാസകരമായിട്ടുള്ള നിർണായകമായിട്ടുള്ള ഒരു വിധി പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ കൊല്ലുക എന്നുള്ളത് മാത്രമല്ല, ഈ സ്കൂളുകളിലും ആശുപത്രികളിലും ആ പരിസരങ്ങളിലൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നായ്ക്കളെ വന്ധ്യംകരണം ചെയ്ത് അവിടെ തന്നെ വിടാതെ ABC സെന്റർ പോലുള്ള സ്ഥലങ്ങളിൽ ആക്കുക എന്നുകൂടെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. സുപ്രീം കോടതി പറഞ്ഞത് ഇതാണ്: മനുഷ്യന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ പോലും ഹനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇവിടെ നടത്താനായിട്ട് പറ്റില്ല. എങ്ങനെയാണ് സുപ്രീം കോടതി പറഞ്ഞത്. പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, അതായത് ഈ കുറെ മൃഗസ്നേഹികൾ ഉണ്ടായിരുന്നു. ഇത്രയധികം മരണങ്ങളും ആക്രമണങ്ങളും നടന്നിട്ടും അതൊന്നും വകവെക്കാതെ ഇതിനുവേണ്ടി പോരാടിക്കൊണ്ടിരുന്ന ഒരു മൃഗസ്നേഹികൾ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക്, അതായത് മൃഗത്തേക്കാൾ പ്രാധാന്യം മനുഷ്യജീവന് ഉണ്ട് എന്ന് സുപ്രീം കോടതി തെളിയിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. തീർച്ചയായിട്ടും ഈ തെരുവുനായ്ക്കളുടെ പ്രശ്നം പറയുമ്പോഴേ നമ്മളിപ്പോൾ ഓഫീസിൽ നടന്നു വരുന്ന വഴി തന്നെ എന്തോരം തെരുവുനായ്ക്കളാണ്. ഇതിന് ആരെ ഇത്ര തീറ്റ കൊടുത്ത് വളർത്തുന്നതെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ട്. കാരണം പലപ്പോഴും പേടിച്ചല്ലാതെ വരാൻ കഴിയില്ല. ചെറിയ കുഞ്ഞു കുട്ടികളൊക്കെ നടന്നു പോകുന്ന വഴികളാണ്. നമ്മൾ പേടിയില്ലാത്തതുകൊണ്ടല്ല, കുഞ്ഞുകുട്ടികൾ മാത്രമേ പേടി ഉള്ളൂ എന്നല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ തെരുവുനായ്ക്കളെയൊക്കെ ഇല്ലാതാക്കുക എന്ന് പറയുന്ന നിയമം കൊണ്ടുവന്ന് വളരെ നന്നായി എന്നാ തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും എനിക്ക് കോടതി പറഞ്ഞ 1-2 കാര്യങ്ങളോട് ഭയങ്കര സന്തോഷം തോന്നി. അതായത് കോടതി ആ പറഞ്ഞ ഡയലോഗിനോട് എനിക്ക് ഒരു വലിയൊരു സന്തോഷം തോന്നി. 2 കാര്യങ്ങളോ. ഒന്ന്, കോടതി പറഞ്ഞത് എല്ലാത്തിനെയും സ്നേഹിക്കണം, ഭൂമിയിലുള്ള സകലത്തിനെയും സ്നേഹിക്കണം. നമ്മൾ എല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയാണ്, മനുഷ്യനെ മാത്രമല്ല മൃഗത്തെ എല്ലാത്തിനെയും സ്നേഹിക്കണം. പക്ഷെ അത് സ്വന്തം വീട്ടിൽ കൊണ്ടുപോയിട്ട് സ്നേഹിക്കണമെന്ന് പറയുന്നത്, അല്ലാതെ ബാക്കിയുള്ളവർക്ക് ശല്യമായിട്ട് സ്നേഹം കാണിച്ചുകൊണ്ട് നടക്കില്ലേ. ഈ തെരുവുനായനെ സംരക്ഷിക്കാൻ നടക്കുന്ന ഏതെങ്കിലും ഒരാൾ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇതിനെ സ്നേഹിക്കാൻ നിൽക്കുമോ, അല്ലെങ്കിൽ ഇതുപോലെ അക്രമാസക്തമാകുന്ന ഒരു സാധനത്തെ വീട്ടിൽ വളർത്താൻ നിൽക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ ശരിക്കും ഈ ഒരു ദുരന്തം എന്ന് പറയുന്നത് അത് മനുഷ്യൻ വരുത്തി വെച്ചത് തന്നെയാണ്. ഇത് നേരത്തെ കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനം നമുക്ക് ഇല്ലാഞ്ഞിട്ടല്ല. ഇത് സൗകര്യപൂർവ്വം കണ്ണടച്ചതിന്റെ പുറത്ത് സംഭവിച്ചു പോയിട്ടുള്ള ദുരന്തമാണ്. ഇപ്പോൾ അഞ്ജലി പറഞ്ഞത് ഒരാളുടെ പ്രശ്നമാണ് പറഞ്ഞത്. അതുപോലെ എത്ര പേര്, ഒരു കൊച്ചു കുഞ്ഞിനെ വീട്ടിൽ നിന്ന് പട്ടി കടിച്ചെടുത്തോണ്ട് പോകുന്ന ദൃശ്യം നമ്മൾ കണ്ടതാണ്. അപ്പൊ അത്രയും ഭീകരമായിട്ടുള്ള ഒരു സംഭവം, അതുപോലെ നിരവധി സംഭവങ്ങൾ നാട്ടിൽ നടക്കുമ്പോൾ സൗകര്യപൂർവ്വം കണ്ണടച്ചിരിക്കുക, ചില ലാഭക്കുതിക്ക് വേണ്ടിയിട്ട് സൗകര്യപൂർവ്വം അടച്ചതാണ് എന്ന് നമുക്ക് പൊട്ടന്മാരൊന്നുമല്ലോ, ബാക്കി ഇത് കാണുന്ന ജനങ്ങൾ പൊട്ടന്മാരൊന്നുമല്ലോ, ഇതാർക്കും മനസ്സിലാവേണ്ടൊന്നുമല്ല. പിന്നെ കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്, കൗൺസിലിംഗ് പട്ടിക്കിന് കൗൺസിലിംഗ് കൂടി കൊടുക്കാനുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ എന്തൊക്കെയായാലും അവസാനം ഒരു ഇടപെടൽ ശക്തമായിട്ടുണ്ടായി എന്ന് പറയുന്നത് വലിയൊരു പ്രതീക്ഷ തന്നെയാണ് നൽകുന്നത്. അത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. സത്യമായിട്ടും തീർച്ചയായിട്ടും തെരുവുനായ്ക്കൾ എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഭീകരാന്തരീക്ഷം തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം വിതച്ചിരുന്നു. പല ആളുകളും മൃഗസ്നേഹികൾ വന്ന് തെരുവുനായ്ക്കളെ എല്ലാം വീട്ടിൽ കൊണ്ടുപോയി പാർപ്പിക്കണം, ഇവരെ ഭക്ഷണം കൊടുത്ത് താലോലിക്കണം എന്നൊക്കെ പറയുകയുണ്ടായി. എന്നാൽ സുപ്രീം കോടതി ശക്തമായ ഒരു ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. വളരെ സന്തോഷം. അഭയയിലേക്ക് വരികയാണെങ്കിൽ, അഭയ, തീർച്ചയായും കാൽപന്ത് കളി ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർ ഏറെ ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഒന്നാണ് ഫിഫ വേൾഡ് കപ്പ്. 2026 ഫിഫ വേൾഡ് കപ്പ്
ജൂൺ 11 വടക്കേ അമേരിക്കയിൽ ആരംഭിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ടീമുകളെയൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഞ്ഞപ്പട എന്ന് പറയുമ്പോൾ ബ്രസീൽ ടീമിന് ഒരു പ്രത്യേക ഫാൻ പേജ് തന്നെയുണ്ട്, ഫാൻ ഫോളോവേഴ്സ് തന്നെയുണ്ട്. അപ്പോൾ മഞ്ഞപ്പട ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള വാർത്തയായിരുന്നു അവരുടെ ടീം അനൗൺസ്മെൻറ്റിൻ്റെ വേളയിൽ ഉണ്ടായിരുന്നത്. തീർച്ചയായും അവരുടെ പ്രിയ കളിക്കാരനായിട്ടുള്ള താരമായിട്ടുള്ള നെയ്മർ തിരിച്ചു വരികയാണ് കളിയിലോട്ട്. 2026 ഫിഫ വേൾഡ് കപ്പിൽ നെയ്മർ കളിക്കളത്തിലിറങ്ങും. അപ്പോൾ ഇത്രയും സന്തോഷകരമായ ഒരു വാർത്ത വന്നതിന് പിന്നാലെ തന്നെ ആരാധകരെല്ലാം ലോകം മുഴുവനും തന്നെ ഉറ്റുനോക്കിയതായിരുന്നു നെയ്മറിൻ്റെ പ്രതികരണം. അപ്പോൾ തീർച്ചയായും ഈ ബ്രസീൽ ടീമിൻ്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ആ ടീമിൽ തന്നെയുള്ള 2 പേരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റ് വളരെയധികം വൈറലാവുകയുണ്ടായി. ആരാധകരെല്ലാം തന്നെ അത് ഉറ്റുനോക്കുകയുണ്ടായി. ഒന്ന് എന്ന് പറയുന്നത് തീർച്ചയായും നെയ്മറിൻ്റെ ആയിരുന്നു. നെയ്മറിൻ്റെ ആ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഞാനൊന്ന് വായിക്കുകയാണ്. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കുകയും അരുത്. സുഭാഷിതങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യം. ലോകകപ്പ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ തൻ്റെ സോഷ്യൽ മീഡിയ പേജിൽ നെയ്മർ പങ്കുവെച്ച തിരുവചനമായിരുന്നു ഇത്. തീർച്ചയായും നെയ്മറിൻ്റെ ഇതുവരെയുള്ള ഒരു പിൻകാല വഴികൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ടീമിൽ നിന്ന് മാറി നിൽക്കപ്പെടേണ്ട സാഹചര്യം ഉണ്ടായി. ലിഗമെന്റിന് പരിക്കേറ്റ് തുടർച്ചയായി പല കളികളിലും കളിക്കാൻ സാധിക്കാതെ നിന്ന് അത്രയും നല്ല പെർഫോമൻസിൽ നിൽക്കുമ്പോഴായിരുന്നു ഇത്തരത്തിലൊരു പരിക്കേൽക്കുകയും തുടർച്ചയായി നിരവധി കളികളിൽ കളിക്കാൻ സാധിക്കാതെ വരികയും ടീമിൽ നിന്ന് തന്നെ മാറ്റി നിർത്തപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യം എല്ലാം ഉണ്ടായി. അത്രയേറെ സങ്കടങ്ങളിലൂടെയും സഹനങ്ങളിലൂടെയും കടന്നു വന്നതിന് ശേഷമാണ് ഇപ്പോൾ തൻ്റെ 4ാമത്തെ ലോകകപ്പ് ഫിഫ വേൾഡ് കപ്പ് ലോകകപ്പിന് വേണ്ടിയിട്ട് നെയ്മർ കളിക്കാൻ ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായും നെയ്മർ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം സന്തോഷകരമായ ഒരു വേളയിൽ നെയ്മറിൻ്റെ ആദ്യ പ്രതികരണം എന്ന് പറയുന്നത് ഏവരും ഉറ്റുനോക്കുന്ന ഒന്ന് തന്നെയായിരുന്നു. ആ നിമിഷം നെയ്മർ പങ്കുവെച്ചത് പരിശുദ്ധ വചനമാണ്, ബൈബിളിലെ തിരുവചനമാണ്. അപ്പോൾ ഇത് എത്രമാത്രം സുവിശേഷത്തിന് ഒരു സുവിശേഷ സാക്ഷ്യമായി ഒരു പ്രഖ്യാപനമായി മാറിയെന്നത് ലോക ശ്രദ്ധ ആർജിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ബ്രസീൽ ടീമിൽ ഈ വർഷം കളിക്കുന്ന തൻ്റെ കന്നി അംഗത്തിന് ഇറങ്ങുന്ന എൻട്രിക്കിൻ്റെ പ്രതികരണവും ഏറെ ശ്രദ്ധേയമാകുകയുണ്ടായി. വെറും 19 വയസ്സ് മാത്രമുള്ള ആ യുവാവും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഇപ്രകാരമാണ്: ദൈവമേ നന്ദി, കർത്താവ് വിസ്മയനീയനാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ടീമിനൊപ്പം എൻ്റെ ആദ്യ ലോകകപ്പ്. ഈ നിമിഷത്തിന് ദൈവത്തോട് നന്ദി പറയാൻ മാത്രമേ എനിക്ക് കഴിയൂ. ബ്രസീൽ ലോകകപ്പ് ടീമിൽ ഇടം നേടിയിരിക്കുകയാണ്. തൻ്റെ 19-ാം വയസ്സിൽ ആദ്യ ലോകകപ്പിന് ഇറങ്ങുമ്പോൾ ഏറ്റവും മികച്ച ടീമിനൊപ്പം കളിക്കാൻ അവസരം ലഭിച്ചതിൽ എൻട്രിക്കും നന്ദി പറഞ്ഞത് ബൈബിൾ വചനം പങ്കുവെച്ചാണ്. അപ്പോൾ തങ്ങളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഏവരും ഉറ്റുനോക്കിയ ഈ താരങ്ങളുടെ ആദ്യ പ്രതികരണം അവർ പങ്കുവെച്ചത് വചനം പങ്കുവെച്ചുകൊണ്ടാണ്. അപ്പോൾ നെയ്മർ തീർച്ചയായും ഇതിനു മുമ്പ് നെയ്മറിനെ ടീമിൽ നിന്ന് മാറ്റി നിർത്തിയ സാഹചര്യത്തിലും ഒത്തിരിയേറെ പതനത്തിലും സഹനത്തിലും നിൽക്കുന്ന സാഹചര്യത്തിലും നെയ്മർ ഇതുപോലെ തന്നെ ബൈബിൾ വചനം പങ്കുവെച്ച് തൻ്റെ ദൈവത്തിലുള്ള വിശ്വാസം ഇതിനു മുമ്പും പ്രകടിപ്പിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ വചനം പങ്കുവെച്ചിട്ട് തന്നെയാണ് അന്ന് നെയ്മർ പങ്കുവെച്ച തിരുവചനം ഇതായിരുന്നു: യേശു അവരോട് പറഞ്ഞു, ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയില്ല, പിന്നീട് നിങ്ങൾ അറിയും. അപ്പോൾ തീർച്ചയായും പ്രാർത്ഥനയിലൂടെയും യേശുവിലുള്ള വിശ്വാസം അർപ്പിച്ചും ക്ഷമയോടെ കാത്തു നിന്ന നെയ്മറിന് കിട്ടിയ വലിയൊരു സന്തോഷമാണ്. നെയ്മർ തൻ്റെ 4ാമത്തെ വേൾഡ് കപ്പിനായിട്ട് കളിക്കളത്തിലിറങ്ങും. ജൂൺ 11 മുതൽ ആരംഭിക്കുന്ന ഫിഫ വേൾഡ് കപ്പിൽ നെയ്മർ വീണ്ടും തിരിച്ചു വരികയാണ്. ബ്രസീൽ ടീമിനെ സംബന്ധിച്ചിടത്തോളം 79 ഗോളുകളോടെ ടീമിൻ്റെ ഒരു മികച്ച ഗോൾ വേട്ടക്കാരനാണ് നെയ്മർ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും ഈ 2 താരങ്ങളുടെയും ഈ വിശ്വാസ സാക്ഷ്യം തിരുവചനം പങ്കുവെച്ചുകൊണ്ടുള്ള അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഒരു ഫുട്ബോൾ കളിക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫിഫ വേൾഡ് കപ്പ് കളിക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റിൽ അവർ ആ തിരുവചനം പങ്കുവെക്കാൻ കാണിച്ച ആ ഒരു വിശ്വാസ സാക്ഷ്യം തീർച്ചയായും ഏവർക്കും ഒത്തിരി പ്രചോദനമാകേണ്ട, മാതൃകയാകേണ്ട ഒന്ന്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു കാര്യം തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചു തുടങ്ങുക എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ലോകമെമ്പിട്ടും ആരാധകരുള്ള ഒരാൾ പ്രാർത്ഥനയുടെ കാര്യം ലോകത്തോട് വിളിച്ചു പറയുക എന്ന് പറയുന്നത് ഒരു പ്രത്യേകത തന്നെയല്ലേ? തീർച്ചയായിട്ടും. നമുക്ക് ഏറ്റവും നല്ലൊരു ഉദാഹരണം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്, സഞ്ജു സാംസൺ. അതായത് നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപകളിൽ നന്ദി പറയുക എന്നുള്ളത് അത് നമ്മുടെ ഒരു കടമ തന്നെയാണ്. അതെ, നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളത് അതൊരു കടമ തന്നെയാണ്. അതൊരു ജോലിയായിട്ട് കാണുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്കൊരു ഭാരമായിട്ട് തോന്നുന്നത്. ഇതൊരു കടമയാണ്, അല്ലെങ്കിൽ അത് നമ്മുടെ ഒരു ഉത്തരവാദിത്വമായിട്ട് നമ്മൾ അങ്ങോട്ട് ഒരു ഡെയിലി ലൈഫിൽ ചെയ്യുന്നത് പോലെ അങ്ങോട്ട് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഒരു ലൈഫിന്റെ ഭാഗമാകും. നമുക്ക് കിട്ടിയ കൃപകൾക്ക് നന്ദി പറയുക എന്നുള്ളത് നമ്മുടെ ലൈഫിന്റെ ഒരു ഭാഗമാക്കേണ്ടത് തന്നെയാണ്. അത് ഇപ്പോൾ ഒരു കളിക്കളത്തിൽ മാത്രമല്ല, നമ്മൾ ജോലി മേഖലയിലായാലും ശരി, ഏത് മേഖലയിലായാലും ശരി, ദൈവത്തിനോട് നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. തീർച്ചയായിട്ടും. നമുക്ക് ജീവിതത്തിൽ കിട്ടിയ ഒരുപാട് ദുഃഖങ്ങളുണ്ട്, സന്തോഷങ്ങളുണ്ട്. ഇതിനെല്ലാം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളത് തന്നെയാണ് ആത്യന്തികമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. എനിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും സന്തോഷമുണ്ടായ ഒരു കാര്യമാണ് പറയാനുള്ളത്. പലപ്പോഴും നമ്മൾ ദുഃഖങ്ങളിലേക്കൊക്കെയാണ് പോകുന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ടായ ഒരു കാര്യം. അപ്പോൾ അത് പറയുകയാണെങ്കിൽ 2021 മാർച്ച് മാസം 17-ാം തീയതിയിലേക്ക് ഒന്ന് പോകണം. മാർച്ച് മാസം 17-ാം തീയതി
കേരളം മുഴുവൻ വളരെ ഞെട്ടലോടെയാണ് എഴുന്നേറ്റത്. അന്ന് ചങ്ങനാശ്ശേരിക്കടുത്തുള്ള മാടപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ജീപ്പുകളിലും വാനുകളിലുമായി എത്തിയ പോലീസുകാർ നിരന്ന് വന്ന് അവിടെയുള്ള സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും വലിച്ചിഴച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. ഒരു ചേച്ചിയെ, റോസ്ലിൻ എന്ന് പറഞ്ഞ ഒരു ചേച്ചിയെ പോലീസ് വലിച്ച് ഇഴച്ചുകൊണ്ട് പോയപ്പോൾ ഒരു ചെറിയ കുഞ്ഞ് വന്ന്, ആ ചേച്ചിയുടെ കുഞ്ഞ് വന്ന് കരയുന്നതും ആ കുഞ്ഞിനെ പോലീസ് എടുത്തുകൊണ്ട് പോകുന്നതും ഒക്കെ കേരള മനസാക്ഷിയെ ആകമാനം ഞെട്ടിച്ചിരുന്നു. അതിന് സംഭവിച്ച കാര്യമെന്ന് പറയുന്നത് കേരളയിലാണ്. കേരളയിലെ കുറ്റി നാട്ടുകയായിരുന്നു. അപ്പോൾ മാടപ്പള്ളിയിലാണ് ശക്തമായ ഒരു ഉത്തരവ് നൽകിയത്. ഇന്ന് കുറ്റി സ്ഥാപിക്കാതെ ഇവിടെ നിന്ന് പോകരുത് എന്ന ഒരു ഉത്തരവ് കളക്ടർ കൊടുത്തു. അതിനെ തുടർന്നാണ് അന്ന് പോലീസ് അവിടെ വരികയും കുറ്റിയിടാനൊരു ശ്രമം നടക്കുകയും ചെയ്തു. ശക്തമായ രീതിയിലുള്ള എതിർപ്പുകളാണ് അന്ന് നടന്നത്. കേരളത്തിൻ്റെ മനസാക്ഷിയെ മുഴുവൻ വിറങ്ങലിപ്പിച്ച് നിർത്തിയ, അല്ലെങ്കിൽ അത്രയേറെ സങ്കടത്തിലാഴ്ത്തിയ ഒരു ദിവസമായിരുന്നു അത്. അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് കണ്ടത് കേരളത്തിലെ ഓരോ സ്ഥലങ്ങളിലും പ്രതിഷേധങ്ങളും പോലീസിൻ്റെ ക്രൂരമായ ആക്രമണങ്ങളും ഒക്കെ തന്നെയായിരുന്നു. കഞ്ഞി വെച്ചുകൊണ്ടിരുന്ന അടുപ്പിൻ്റെ ഉള്ളിലാണ് ഒരു കേരളിൻ്റെ കുറ്റി നാട്ടിയത് എന്ന് പറയുമ്പോൾ എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? അതുപോലെ തന്നെ ബെഡ്റൂമിൻ്റെ ഉള്ളിലൂടെയൊക്കെ കേരളികൾ കടന്നു പോകുന്നു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പം ആയിരക്കണക്കിന് ആളുകളുടെ കണ്ണീരാണ് വീണത്, ശാപവചനങ്ങളാണ് വീണത്. അവിടെ ഒരു താത്ത പറയുകയാണ്, ഇപ്പം ഞാൻ ആടിനെ കെട്ടാൻ വേണ്ടിയുള്ളൊരു തൊഴുത്താണ് ഇവിടെ ഇവർ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ ഞാൻ ചെയ്യുക എന്നൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷെ അത് കഴിഞ്ഞ് വർഷങ്ങൾക്കിപ്പുറം UDF സർക്കാർ അധികാരത്തിൽ ഏറിക്കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്തത് കേരയിൽ എന്ന് പറയുന്ന പദ്ധതി റദ്ദാക്കുകയാണ്. ഇത് UDF സർക്കാർ ചെയ്തെന്നുള്ള ഏത് സർക്കാർ ചെയ്തു കഴിഞ്ഞാലും ആയിരക്കണക്കിന് ആളുകൾ കണ്ണീരിലൂടെ ചിരിക്കുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇന്ന് സെക്രട്ടേറിയറ്റ് പടിക്കൽ വലിയൊരു വിജയാഹ്ലാദമാണ് ഈ കേരയിൽ വിരുദ്ധ സമരമൊക്കെ നടത്തിയവർ നയിക്കുന്നത്. അപ്പോൾ വളരെ സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ സർക്കാർ ചെയ്യേണ്ടത് ജനങ്ങളുടെ കണ്ണീരിന് മുകളിലൂടെ ആകരുത് വികസനങ്ങൾ എന്ന വലിയൊരു സന്ദേശം തന്നെയാണ് നൽകുന്നത്. റോജി, ഈ മാടപ്പള്ളിയിലെ മനോരോഗി ആരായിരുന്നു എന്ന് ശരിക്കും ജനങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയതുകൊണ്ടാണ് ഭരണം മാറി മറിഞ്ഞതും ഒക്കെ. അതായത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന ഒരു പ്രശ്നം, അത് ബുദ്ധിമുട്ടാണ് എന്നും ഒരുപാട് പേര് കുടിയിറക്കപ്പെടുമെന്നുള്ള ഒരു സാഹചര്യം തിരിച്ചറിഞ്ഞ് ഗവൺമെന്റ് എന്ത് ചെയ്യണമായിരുന്നു? അവർക്കൊപ്പം നിൽക്കണമായിരുന്നു. അത് തന്നെയാണ് ശരിക്കും ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ആ ഒരു പ്രശ്നത്തിന് ഇപ്പോൾ ഒരു പരിഹാരം വന്നല്ലോ. അതെ, അപ്പോൾ ആ ഒരു പ്രശ്നത്തിന് ഇപ്പോൾ ഒരു പരിഹാരം വന്നിരിക്കുകയാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇതിന് നമ്മൾ ഒരു വിഷയം എടുക്കുമ്പോൾ രണ്ട് സൈഡും നോക്കണമല്ലോ. അതായത് നാടിന് വികസനം ആവശ്യമാണ്, അതിൽ ആർക്കും തർക്കമില്ല. പക്ഷെ ഈ വികസനം വേണ്ടത് ബാക്കിയുള്ളവരുടെ കഞ്ഞോടി മുട്ടിച്ചിട്ട് ആവരുത് എന്നുള്ളത് ഒരു പോയിന്റാണ്. ഇപ്പോൾ നമുക്ക് വേറൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ 6 വരി പാത നല്ല ശക്തമായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ സ്ഥലങ്ങളിൽ ഏറ്റെടുക്കുന്നു, അതുപോലെ നല്ല നല്ല രീതിയിൽ അതിന്റെ വർക്ക് നടക്കുന്നുണ്ട്. ആർക്കും ഒരു പരാതിയില്ലല്ലോ. പല സ്ഥലങ്ങളിൽ പൊളിഞ്ഞു വീഴുന്നു. അത് പണിയിലെ അപാകത, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ ഒരു വികസനം വരുന്നതിൽ ആർക്കും ഒരു പരാതി ഇല്ലല്ലോ. പണ്ട് ഇതുപോലെ ഒരു വികസനം വരുന്ന സമയത്ത് റോഡിനപ്പുറത്ത് പശുവിനെ കെട്ടാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തർക്കം ഉണ്ടാക്കിയ ടീമുകളും ഉണ്ട്. അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി സമരം ചെയ്ത ടീമുകളും ഉണ്ട്. ഇപ്പൊ ആർക്കും ഒരു പ്രശ്നവുമില്ല. ഈ ഒരു 6 വരി പാത വരുന്നതിന്റെ പേരിൽ ആർക്കും ഒരു പ്രശ്നമില്ല. അതിലൊരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ സ്ഥലം ഗവൺമെന്റ് ഏറ്റെടുത്ത് തന്നെയാണ് ഈ വികസനം വന്നത്. ആ സ്ഥലം ഏറ്റെടുത്തതിന് അവർക്ക് അവകാശപ്പെട്ട തുക നൽകിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്, അല്ലാതെ പിടിച്ചു പറിക്കുകയല്ല ചെയ്തത്. അതായത് ഇപ്പൊ ഈ കേരളയിൽ വന്നാൽ പോലും, അല്ലെങ്കിൽ അതുപോലൊരു വികസനം വരികയാണെങ്കിൽ പോലും ജനങ്ങൾക്ക് അവരുടെ സ്ഥലത്തിന് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള തുക നൽകി ഒന്നെങ്കിൽ അവരുടെ സ്ഥലം ഏറ്റെടുക്കുക, അവരെ നല്ല രീതിയിൽ, അല്ലാതെ ഉടായ്പ കാണിച്ച് പുനരധിവസിക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. അവർക്ക് മാന്യമായിട്ട് ഉള്ള ഒരു തുക നൽകി ആ സ്ഥലം ഏറ്റെടുക്കാനായിരുന്നുവെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ വരത്തില്ലായിരുന്നു. അതിനുള്ള വകുപ്പില്ല എങ്കിൽ അതുപോലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നിൽക്കാൻ പാടില്ല. ആദ്യം അതിനുള്ള വകുപ്പ് ഉണ്ടാക്കുക, അതിനുശേഷം ജനങ്ങളുടെ വേദന തിരിച്ചറിഞ്ഞുള്ള പ്ലാനുകൾ തയ്യാറാക്കുക, അതിനനുസരിച്ചുള്ള മൂവ്മെന്റ് നടത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വികസനം അത് വേണ്ടത് തന്നെയാണ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കൂട്ടിയാ കൂടുമെങ്കിൽ മാത്രം പരിപാടിക്ക് നിൽക്കാവുള്ളൂ. ഓക്കെ, ഇപ്പൊ UDF സർക്കാർ ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു പ്രൊജക്ട് റദ്ദാക്കിയിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ കേരളത്തിന് അതിനുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയോ അല്ലെങ്കിൽ അത് ആ ഒരു പ്രൊജക്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സ്ഥിതി ഇല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. പക്ഷെ മുന്നോട്ട് പോകുന്ന കാലങ്ങളിൽ ചിലപ്പോൾ അത് വന്നേക്കാം. പക്ഷേ DPR ഒക്കെ പരിശോധിച്ച ശേഷം നമുക്ക് അതിവേഗ റെയിൽ വേണമെങ്കിൽ നമുക്ക് അതിന് തക്ക ഒരു സാഹചര്യം വരികയാണെങ്കിൽ നമുക്ക് തീർച്ചയായും അതിനെപ്പറ്റി ആലോചിക്കാമെന്നും VD സതീശൻ പറയുകയുണ്ടായി. ഇപ്പൊ നമുക്ക് ഒരാൾ എന്ത് തരുന്നു എന്നുള്ളതല്ല, അത് എങ്ങനെ തരുന്നു എന്നുള്ളതാണ്. ചില ആളുകൾ ഒരാൾക്ക് 100 രൂപ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അയാളുടെ കയ്യിൽ ഒരുപാട് പണമുണ്ട്, അയാൾ കൊടുക്കാൻ 100 രൂപയാണ്. പക്ഷെ 100 രൂപ മാത്രമുള്ളവൻ ആ 100 രൂപ കൊടുക്കുമ്പോൾ അതിന്റെ മൂല്യം വലുതാണ്. ഇപ്പൊ നമ്മൾ ഒരാൾ സ്നേഹിക്കാന്ന് വിചാരിക്കുക, ആ സ്നേഹം പലപ്പോഴും നമ്മൾ കണ്ടില്ല എന്നടിക്കും. പക്ഷേ അല്ലാത്ത സ്നേഹം ചിലപ്പോൾ അതാണ് ആത്മാർത്ഥത എന്ന് വിചാരിക്കുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ പറ്റുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ എന്ത് തരുന്നു എന്നുള്ളതല്ല, എങ്ങനെ തരുന്നു എന്നുള്ളതാണ്. ഞാനൊരു കഥ പറയാം.
മീൻ വറുത്തു വിൽക്കുന്ന ഒരു കടയായിരുന്നു അത്. പല തരത്തിലും വലിപ്പത്തിലും ഉള്ള മീനുകൾ അവിടെ വറുത്തു വിൽക്കുമായിരുന്നു. അയില, ചെമ്മീൻ, കൂന്തൽ, മത്തി, അയക്കൂറ തുടങ്ങിയ മീനുകളെല്ലാം അവിടെ വറുത്തു വെക്കും. അതിൻ്റെ മണം തന്നെ മതി ഒരു നേരത്തെ ചോറുണ്ണാൻ. കൊതിയോടുകൂടിയാണ് ആളുകൾ അവിടെ ഈ കടന്നു വരുന്നത്. അവിടെ ക്യൂ നിൽക്കുകയും അവിടെ നിന്ന് മീൻ വാങ്ങിച്ച് തിരിച്ചു പോവുകയും ചെയ്യും. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു പൂച്ച അവിടെ നിന്നിരുന്നു. കുറേ നാളുകൾ അവൻ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ ആളുകൾ എന്തോ ഈ കടക്കാരന് കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഈ മീൻ വാങ്ങുന്നത്. പൂച്ച ചുറ്റും നോക്കി, ഒന്നും കാണാനില്ല. കുറച്ചു ദൂരം സഞ്ചരിച്ചു. അവിടെ സ്വർണ്ണ നിറത്തിലുള്ള ഒരു ഇല കണ്ടു. ആ ഇല കടിച്ചെടുത്തുകൊണ്ട് വന്ന് ക്യൂവിൽ നിന്നു. തൻ്റെ ഊഴമെത്തി. ആ സ്വർണ്ണ നിറമുള്ള ഇല കൗണ്ടറിൽ വെച്ചു. കടക്കാരൻ ഒന്നും പറഞ്ഞില്ല. ആ ഇലയെടുത്ത് അലമാരിയിൽ വെച്ചു. അതിനുശേഷം വലിയ ഒരു മീനെടുത്ത് പൂച്ചയ്ക്ക് കൊടുത്തു. പൂച്ച അതുമായി പുറത്തേക്ക് ഇറങ്ങി. സന്തോഷത്തോടെ അത് തിന്നുകൊണ്ടിരുന്നു. എന്ത് തന്നു എന്നുള്ളത് നോക്കിയില്ല. അയാൾ അലമാരിയിലേക്ക് വെച്ചപ്പോൾ അവിടെയുള്ള അളവ് പാത്രങ്ങളെക്കാൾ വലുതായിരുന്നു ഈ ഇല എന്ന് പറയുന്നത്. തനിക്ക് പൂച്ചയ്ക്ക് തരാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനമായിരുന്നു അത് എന്ന് കച്ചവടക്കാരന് തോന്നിയതുകൊണ്ടാണ് വലിയ മീൻ തന്നെ കൊടുത്തത്. ഇതുപോലെയാണ് നമ്മളിൽ ചിലരും. നമുക്ക് കിട്ടുന്നത് വളരെ നിസ്സാരമായ കാര്യമായിരിക്കും. പക്ഷേ അത് തരുന്ന ആളുടെ അധ്വാനം, അതിനാണ് മാനിക്കേണ്ടത്. വളരെ ശക്തമായ രീതിയിൽ അധ്വാനിച്ചതിന് ശേഷവും വിയർപ്പൊഴിക്കുന്നതിന് ശേഷവുമായിരിക്കും നമുക്ക് ചില സമ്മാനങ്ങൾ ചില ആളുകൾ കൊണ്ടുതരുന്നത്. നമ്മളെ സംബന്ധിച്ച് വളരെ വില കുറഞ്ഞതാവാം അത്. പക്ഷേ തരുന്ന ആളുടെ മനസ്സുണ്ടല്ലോ, അത് കാണാതെ പോകരുത്. അവിടെയാണ് നന്മയും. ഇതുപോലെ നമുക്ക് നന്മ ഉള്ളവരായി മാറാം. മറ്റുള്ളവരുടെ അധ്വാനത്തെയും മറ്റുള്ളവരുടെ സ്നേഹത്തെയും വില കുറച്ച് കാണാതിരിക്കാം. ഈ ആഴ്ചയിലെ ചെങ്കിൽ തട്ടിയ വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.